ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വചനം ജെറമിയ 32 അധ്യായം 27 ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നിരാശകൾ സംഭവിച്ചിരിക്കുന്ന സമയം നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ല. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ഒരവസ്ഥയിൽ ഈ ഒരു അധ്യായം നിങ്ങൾ തുറന്ന് വായിക്കണം. ഇതിനെ നിങ്ങൾ ധ്യാനിക്കണം. കാരണം നമ്മളുടെ ജീവിതത്തിലെ നിരാശകളെല്ലാം വിട്ടുമാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു പ്രതീക്ഷ നൽകുന്ന വചനമാണത്. ഈ വചനത്തിൻ്റെ ശക്തി തന്നെ എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മുടെ ദൈവം ചോദിക്കുന്നത്. ശരിയല്ലേ? നമ്മുടെ ദൈവത്തിന് അസാധ്യമായി എന്താണുള്ളത്? നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന ആ ആവശ്യത്തെ നിങ്ങൾ ഈ വചനം ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് ഏൽപ്പിക്കുക. നിശ്ചയമായും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നമ്മളുടെ നിരാശയിൽ, നമ്മുടെ തകർച്ചയിൽ, നമ്മളെക്കൊണ്ട് നടക്കില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് തോന്നുന്ന ആ മേഖലയിൽ കർത്താവ് ശക്തമായി ഇടപെടും. ഈ വചനം എല്ലാ ദിവസവും നിങ്ങൾ ബൈബിൾ തുറന്ന് ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് അത് ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതം തന്നെ ദൈവം നിങ്ങൾക്കായി നടത്തിത്തരും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.